റോയ്ചായ 2000-ന് ശേഷം മാത്രം കേരളത്തിൽ നടന്നത് 16 വെടിക്കെട്ട് അപകടങ്ങളാണ്. അതിൽ മരിച്ചവരാകട്ടെ 200-ന് മേളിലും. എന്നിട്ടും ഈ വെടിക്കെട്ട് ഇപ്പോഴും ആവേശമായും ആചാരമായി ആഘോഷിക്കപ്പെടുകയാണ്. ഇതിനൊരു മാറ്റം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഈ മനുഷ്യരെ കൊല്ലുന്ന ഈ പരിപാടി തന്നെയാണ് നിർത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഈ തുടരെ ഇത്രയും അപകടങ്ങൾ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഭാഗമായി, പെരുന്നാളിലെയും ഉത്സവത്തിൻ്റെയും ഭാഗമായി ഇതൊക്കെ നടന്നിട്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നിയമങ്ങൾ ഒരു തരത്തിലും പാലിക്കപ്പെടുന്നില്ല. വീണ്ടും ഓരോ തവണയും മനുഷ്യജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുമ്പം കൂട്ടം കൂടിയിരുന്ന് കരയുകയും മന്ത്രിമാർ വന്ന് ഈ കുറേ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. നിയമങ്ങൾ ഒരു തരത്തിലും വെടിക്കെട്ട് പാലിക്കേണ്ട ഒരു നിയമവും ഒരിടത്തും പാലിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. അല്ല, നിയമം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധന അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ആചാര സംരക്ഷണ പ്രശ്നം വരും. ഇത് ഈ വൃത്തികേടുകൾ മുഴുവൻ നടക്കുന്നത് മതവിശ്വാസത്തിന്റെയും ഈ ആചാരം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന മനുഷ്യജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ആചാരവും വിശ്വാസവും ആർക്കു വേണ്ടിയാണ്? ഒരു സാമാന്യ ജനത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇത്രയും ആചാരത്തിന്റെ ഭാഗമായി നടത്തുന്നു, ഇന്നിപ്പോ 14 പേരും മരിച്ചു. ഇതെന്ത് ആചാരമാണ്? ഇത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്? ന്യായമായ രീതിയിൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഈ വെടിക്കെട്ട് നടത്തുന്ന ഒരു ഉത്തരം പറയേണ്ടതാണ്. ഈ മനുഷ്യജീവന് ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഏതെങ്കിലും ദൈവം വന്ന് ഏറ്റെടുക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിയമം പാലിക്കാൻ ഈ സംഘാടക സമിതിക്കാരെ, ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ ബാധ്യസ്ഥരാണ്. അവരെല്ലാം ഇപ്പൊ കൈ കഴുകി മാറി നിൽക്കുകയാണ്. ഇതെല്ലാം സർക്കാരിന്റെ മേളിലോട്ടും വേറെ പലരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെ മേളിലേക്ക് മാറ്റി വെച്ചിട്ട് മാറി നിൽക്കുകയാണ്. ഇതിനൊരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കും. ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇപ്പോഴും പ്രാകൃതമായ തരത്തിൽ വെടിക്കെട്ട് നടത്തി മനുഷ്യനെ കൊല്ലുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് മാറ്റം ഉണ്ടാവണമെന്നുള്ള ചിന്തിക്കാൻ എന്താണ് ആരും തയ്യാറാകാത്തത്? ഈ സംഘാടക സമിതി എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? അല്ല, ഈ ദുരന്തത്തിൽ തന്നെ ഇതുവരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സംഘാടക സമിതിയാണ്. ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഇനി എല്ലാം സർക്കാർ തീരുമാനിക്കട്ടെ എന്നായി. അപ്പൊ അതാണ് സർക്കാർ ഈ പരിപാടികളെല്ലാം പതിവ് പോലെ. കാരണം നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണമുണ്ട്. അതിലേക്ക് വരാം. അത് പെസോ എന്ന് പറയുന്ന പെട്രോ കെമിക്കൽ അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, തൃശ്ശൂർ പൂരം സംഘാടകർ ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത പരമ്പരാഗതമായ രീതിയിലാണ് വെടിക്കെട്ട് നടത്തുന്നത് എന്നാണ് പെസോയുടെ മുൻ ചീഫ് കൺട്രോളറായ ഡോക്ടർ ആർ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശ്ശൂർ പൂരം സാംസ്കാരിക പൈതൃകത്തിന്റെ മാതൃകയാണെന്ന് പറയുമ്പോഴും യാതൊരു സുരക്ഷയുമില്ലാതെയാണ് വെടിക്കെട്ട് നടത്തുന്നു എന്നാണ് ആ മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ പെസോ എന്ന് പറയുന്ന അവിടുത്തെ MP ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന വകുപ്പിൽ അതിന്റെ അതിൽപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് നടക്കുന്നത്. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ പോലും ഒരു ക്ഷേത്രത്തിന്റെയോ ഒരു പെരുന്നാൾ നടത്തുന്ന പള്ളിയുടെയോ സംഘാടകർ സമ്മതിക്കാൻ തയ്യാറല്ല. ഇതിനെല്ലാം ഈ വേഷം വെട്ടിയിരിക്കുന്ന ആചാരമാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ്. ഇത് പറഞ്ഞാണ് ഈ നടക്കുന്നത് മുഴുവൻ. മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്റെ ആചാരം നടത്തിയിട്ട് ആർക്കാണ് പ്രയോജനം? ഏത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നടത്തുന്നത്? ആ ചോദ്യത്തിന് മറുപടി ഉണ്ട്. അതിനാണ് രാജ്യത്തെ നിയമം അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ ഈ വെടിക്കെട്ട് നടത്തുന്നതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരായിട്ടാണ് തൃശ്ശൂർ പൂരം സംഘാടക സമിതിക്കാർ നിൽക്കുന്നത്. അത് പാടില്ല എന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞത്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. നിയമം നിങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതനുസരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏത് ദൈവത്തിന്റെ പേരിലായാലും നടത്തുന്നത്. അത് നടക്കാത്തതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്, ഇല്ലേ? അതെ, ഇത് പറയാൻ രാഷ്ട്രീയക്കാർ ഒരു ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് സത്യമായിട്ട് പറയാൻ അവർക്ക് ധൈര്യം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആചാരം നടത്തണ്ടെന്ന് ആരും പറയുന്നില്ല, വിശ്വാസം നടത്തണ്ടെന്ന് ആരും പറയുന്നത്. പക്ഷേ ഈ വിശ്വാസം നടത്തുമ്പോൾ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് അവിടെ പറഞ്ഞിരിക്കുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾ പറയുന്ന നിയമം നിങ്ങൾ അനുസരിക്കാൻ പറയണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? തുറസായ സ്ഥലങ്ങളിൽ മനുഷ്യവാസമുള്ള ഏരിയയിൽ ഇത്തരം വെടിക്കോപ്പ് നിർമ്മാണം നിർത്തണമെന്നാണ് പറയുന്നത്. അത് നടത്തുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന എവിടെയാണ്? ഇത്രയും ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ തുറസായ സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ എന്തുമാത്രം പേർക്കാനുണ്ട്? നമ്മുടെ മുമ്പിൽ 10 വർഷം മുമ്പാണ് ഇവിടെ കൊല്ലം ജില്ലയിലെ പറവൂർ കുറ്റിങ്ങലിൽ ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ വെടിക്കെട്ടപകടത്തിൽ 110 പേര് തൽക്ഷണം മരിക്കുകയും ഏതാണ്ട് 750-ലധികം പേർക്ക് പരിക്കേൽക്കുകയും
100-ലധികം വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നെ പൊതുസ്ഥാപനങ്ങളുടെ കണക്ക് വേറെ. അതെ, പുറ്റിങ്ങൽ തലത്തിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നീക്കുമ്പോൾ ഓരോ ആംബുലൻസിൽ വരുന്നത് ചിലപ്പോൾ കൈയാണ്, കാലാണ്, അത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിനകത്തുനിന്ന് ഒന്നും ഒരു പാഠവും പഠിക്കുന്നില്ല. പുറ്റിങ്ങൽ അപകടം ഉണ്ടായ സമയത്ത് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു, ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ. ആ ഗോപിനാഥൻ കമ്മീഷൻ 4500-5000 പേജിൽ റിപ്പോർട്ട് കൊടുത്തു. സർക്കാർ എടുത്ത് പൂട്ടി വെച്ചിരിക്കുക. അതിനകത്ത് ഒരു ശുപാർശ പോലും നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം അത് ഈ വിശ്വാസികളെ പേടിച്ചാണ്. ഈ വിശ്വാസികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ക്ഷേത്ര സമിതി ആയാലും ആരായാലും ഇതാരാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ ആരാണ് ഉത്തരവാദിത്വം എടുക്കുന്നത്? നിയമം നടപ്പിലാക്കാനുള്ളതാണെങ്കിൽ നിയമം സർക്കാരുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. അതുപോലെ ക്ഷേത്ര സമിതിയെ മാറ്റി നിർത്തുക എന്നല്ല, സർക്കാരിന്റെ ചുമതലയിൽ വേണം ഈ വക കാര്യങ്ങൾ നടത്താൻ. അത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമലംഘനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും പാവപ്പെട്ടവർ മരിച്ചു പോവുകയും ചെയ്തു. ഇവർക്കാർക്ക് ഈ സംഘാടക സമിതിക്കാരന്മാരായ 7 അയലോക്കത്ത് വരുത്തുമില്ല. അല്ല, ഡെയിലി ശമ്പളത്തിന് ജോലിക്ക് വന്നവരാണ് ഇന്നല്ല തൃശ്ശൂർ മരിച്ചവരല്ല. അത് തന്നെ. ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ അടുത്ത കാലത്താണ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇത് വന്ന് അതിനകത്ത് അവർ പറയുന്നുണ്ടെന്ന് വിജ്ഞാപനത്തിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചാൽ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുമെന്നാണ് സംഘാടകർ പറയുന്നത്. കുറെ പൊലിമയൊക്കെ നഷ്ടപ്പെടുന്നത് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിനെക്കാട്ടി വലിയ പൊലിമയല്ലല്ലോ, ആണോ? മനുഷ്യജീവനെക്കാട്ടി വലിയൊരു പൊലിമയുടെ ആവശ്യമില്ല. അതിനെക്കാട്ടി വലിയൊരു സാംസ്കാരിക തനിമയുടെ ആവശ്യമില്ല. മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ തന്നെ ഇതേപോലുള്ള ഈ സംഘാടക സമിതിക്കാരന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമത്തിനകത്ത് വെള്ളം ചേർക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്, ഇല്ലേ? അപ്പൊ അതാണ് അതിന്റെ ബേസിക് പ്രശ്നം. അപ്പൊ നിയമം എന്ന് പറയുന്നത് കടലാസിൽ മാത്രവും അത് ലംഘിക്കാനുള്ളതാണെന്നുള്ള പഠിപ്പീരാണ് സംഘാടക സമിതിക്കാർ നടത്തുന്നത്. അത് പാടില്ല. അപ്പൊ ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് മുട്ടുശാന്തി എന്നുള്ളതിൽ ജുഡീഷ്യൽ അന്വേഷണം എല്ലാവർക്കും 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു. ഇതുകൊണ്ട് തീരുന്നില്ല. ഇനി വീണ്ടും നാളെ ഇതിന്റെ ഈ മണം അങ്ങോട്ട് തീരുമ്പോഴത്തേക്ക് നാളെ അടുത്ത ക്ഷേത്ര സമിതിക്കാരന്മാർ ഇത് തുടങ്ങും. അടുത്ത പള്ളി പെരുന്നാളിൽ ഇതേ പണിയാണ് തുടങ്ങുന്നത്. ഇതിനകത്തൊന്നൊരു മോചനമല്ലേ വേണ്ടത്? നമ്മൾ ഇതിനകത്തൊക്കെ ലോകം പുരോഗമിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സിനൊക്കെ കണ്ടിട്ടില്ലേ, വെടിക്കെട്ട് നടത്താറുണ്ട്. അവിടെ എന്താണ്, ശബ്ദമില്ല, കളറ് മാത്രമേ വരുന്നുള്ളൂ. ഡിജിറ്റൽ ആവുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ തുറസായ സ്ഥലത്ത് വെച്ച് ഈ 38-39 ഡിഗ്രി ചൂടുള്ള സമയത്ത് ഓപ്പൺ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വെടിക്കുന്നുള്ള ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ പൊലിമ അല്ലെ പൂരത്തിന്റെ പൊലിമ കൂട്ടാൻ വേണ്ടി മനുഷ്യനെ കൊല്ലണമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിനാണ് ഒരു അറുതി ഉണ്ടാവേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും നമ്മുടെ സർക്കാരിനോ ക്ഷേത്ര ഭരണസമിതിക്കാർക്കോ പള്ളി ഭരണസമിതിക്കാർക്കോ ആർക്കും ഇല്ല. മനുഷ്യൻ ചത്തു എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ വെടിക്കെട്ടിനകത്ത് നിയന്ത്രണം പാലിക്കേണ്ടത് നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ എവിടെയായിരുന്നു ഈ പുറ്റിങ്ങലിൽ 15 കിലോ വെടിമരുന്നിനുള്ള ലൈസൻസാണ് ഉപയോഗിക്കാനാണ് സർക്കാർ അനുമതി കൊടുത്തത്. അവിടെയാണ് 350 കിലോ വാങ്ങിച്ചാണ് അവിടെ പൊട്ടിച്ചത്. അതിന്റെ ദുരന്തം അതേപോലെ തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ കടലാസിനകത്ത് 10 കിലോ വെടിമരുന്നിന്റെ ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന 1000 കിലോ കണക്കിന് വാങ്ങിച്ചാണ്. അതുകൊണ്ടാണല്ലോ ആ പ്രദേശം മുഴുവൻ പിന്നെ ഇത്രയും സ്ഫോടനത്തിൽ നശിച്ചു പോകുന്നത്. ഇതിനൊരു അറുതി വേണം. ഇതിന് ഈ കാര്യത്തിന് നിയന്ത്രണം വേണം. വെടിക്കെട്ട് ഇനി ഈ തരത്തിലല്ല നടത്തേണ്ടതെന്നുള്ളത് ഈ ക്ഷേത്ര ഭരണ സമിതിക്കാരും സംഘാടകരും സർക്കാരും ചേർന്ന് തീരുമാനിക്കണം. ഇത് വർഷാവർഷം മനുഷ്യനെ കൊല്ലുകയാണ്. ഇതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല ആർക്കും. അപ്പൊ ആ തരത്തിലേക്കാണ് നമ്മുടെ ചിന്താഗതി പോകൊണ്ടിരിക്കുന്നത്. ഈ വെടിക്കെട്ട് നടത്തുന്നതിന് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം പാലിക്കാത്തതാണ് ഈ ദുരന്തങ്ങളുടെ പ്രധാന കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് പാലിക്കാൻ ഈ ക്ഷേത്ര സംഘാടക സമിതി അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റിക്കാര് പെരുന്നാൾ കമ്മിറ്റിക്കാര് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവരോടാണ് പിന്നെ ഇനി അത് കാണും പിന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മതവികാരം എളുപ്പം പറയാവുന്നൊരു വാക്കാണല്ലോ മതവികാരം ഗുണപ്പെട്ടു എന്ന് തോന്നുന്നു. എങ്ങനെയാണ് മനുഷ്യനെ കൊന്നിട്ടാണോ നിങ്ങളുടെ മതവികാരം ഗുണപ്പെടുന്നു എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കാര്യം തന്നെ സർക്കാർ പറയുന്ന നിയമങ്ങൾ, ഉദ്യോഗസ്ഥർ പറയുന്ന നിയന്ത്രണങ്ങൾ അത് പാലിച്ചേ പറ്റൂ എന്ന് ഒരു സർക്കാർ അങ്ങ് തീരുമാനിക്കണം, അല്ലെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കണം. അന്നേരം ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് മതവികാരം ഗുണപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവനെ കേസ് കൊടുക്കാനല്ല നോക്കേണ്ടത്. ഇപ്പൊ ഈ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വെടിക്കെട്ട് സംബന്ധിച്ച നിയന്ത്രണത്തിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് പറയുന്നത് ലൈസൻസ് ഉള്ള മാഗസിനിൽ മാത്രമേ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കാവൂ. വെടിക്കെട്ട് നടത്തേണ്ട ഫയർ ലൈനിൽ നിന്ന് 200 മീറ്റർ അകലെയാകണം മാഗസിൻ. ഇത് പ്രകാരം തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായ വെടിക്കെട്ട് സാധ്യമല്ല നിയമം അനുസരിച്ച്. വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെ ജനത്തെ മാറ്റി നിർത്തണം. ഇങ്ങനെ നിരവധി
250 മീറ്റർ പരിധിയിൽ ആശുപത്രി, നഴ്സിംഗ് ഹോം, സ്കൂൾ എന്നിവയുണ്ടെങ്കിൽ അനുമതി തേടാതെ വെടിക്കെട്ട് നടത്തരുത് എന്നാണ് വേറൊരു കാര്യം പറയുന്നത്. അപ്പൊ ഇതൊന്നും ഒരു തരത്തിലും തൃശ്ശൂർ സാധ്യമല്ല, പരിശോധിക്കുന്നുമില്ല, നടത്താറുമില്ല, പാലിക്കാറുമില്ല. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് ഗോപിനാഥൻ കമ്മീഷൻ, അതായത് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് 3 വർഷം എടുത്താണ് ആ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തത്. ഏതാണ്ട് 5000 പേജുള്ള റിപ്പോർട്ട് കൊടുത്തു. അത് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞാൽ സർക്കാർ അതിനകത്ത് ശുപാർശകൾ പോലും പരിഗണിക്കാൻ ക്യാബിനറ്റ് തയ്യാറായി. എന്നിട്ടോ ആ ശുപാർശകൾ ഒന്നുപോലും നടപ്പിലാക്കുക. കാരണം കേരളത്തിൽ മൊത്തത്തിലുള്ള ഈ വെടിക്കെട്ടുകളെ കുറിച്ചും നിയന്ത്രണങ്ങളെ കുറിച്ചും എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചുമായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. ഒന്നും നടന്നില്ല. 10 വർഷമായിട്ട് ആ കേസിന്റെ വിചാരണ പോലും ഇതിനെ തുടങ്ങിയിട്ടില്ല. അതാണ് കേരളത്തിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ആദ്യത്തെ ആവേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലും ഒരു മാർഗനിർദ്ദേശമോ അതിനെ നിയന്ത്രണമോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. മരിക്കുന്നത് കുറെ പാവപ്പെട്ട വീടുകളിലെ അവിടുത്തെ അന്നദാതാക്കളായ ആൾക്കാർ മാത്രമാണ് മരിക്കുന്ന. ആ കുടുംബം അനാഥമായി പോകുന്നു, അത് നടക്കുന്നു. സർക്കാർ ചട്ടപ്പടി പോലെ കുറച്ച് പൈസ കൊടുക്കും, അത് അതുകൂടെ തന്നെ തീർന്നു, അവരെ മറക്കുന്നു. പിന്നെ ഇതൊന്നും നടക്കും. വീണ്ടും പഴയ വഴി തന്നെ പൂരം, സാംസ്കാരിക തനിമ, മറിച്ചതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ ഇത് ആവർത്തിക്കും. വീണ്ടും ആൾക്കാർ കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. കാരണം ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് ഇതേപോലുള്ള പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് തമിഴ്നാട്ടിൽ വെടിക്കെട്ട് ഉണ്ടായി 10-50 പേര് മരിച്ചത്. എന്നിട്ടൊന്നും നമുക്കാർക്ക് ഇതൊരു കൂസലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ വിശ്വാസത്തെ പേടിച്ചാണ് സർക്കാർ ഏജൻസികൾ അനങ്ങാതിരിക്കും. ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അനുവദിച്ചതിനെക്കാട്ടി കൂടുതൽ വെടിക്കെട്ട് നടത്തിയാൽ അത് തടയാൻ അവർക്ക് പേടിയാണ്. കാരണം അതെങ്ങാനും പോലീസ് പോയി കഴിഞ്ഞാൽ ഉടനെ പോലീസിനെതിരെയായി, ജില്ലാ ഭരണകൂടത്തിനെതിരെയായി ബഹളമായി ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അവരും കണ്ണടച്ച് പോവുകയാണ് പതിവ്. അപ്പൊ ഈ കണ്ണടയ്ക്കൽ തുടരുമ്പോഴെവിടെയാണ് മനുഷ്യജീവൻ ഒരു വശത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാവുകണം. സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഇനിയെങ്കിലും വരുന്ന സർക്കാരെങ്കിലും ഇതേപോലുള്ള ഈ ആവാസത്തെ നിർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങൾ ക്ഷേത്രവും ആചാരവും വിശ്വാസവും ഒക്കെ അവിടെ നടക്കട്ടെ, അത് നടത്തണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചേ പറ്റൂ. അതിന്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീണാലും സർക്കാർ അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം. ഉദ്യോഗസ്ഥന്മാർ നിയമം ഉണ്ടെങ്കിൽ അത് നിയമം നടപ്പിലാക്കാനുള്ള ശ്രമവും നടത്തണം.